മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കഥ കസ്തൂരി. ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞു പോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതി പൂർത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും മറന്നില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു. തിന്നൂലോ ചിൽ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നൂലോ. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നിന്നെണീറ്റ് അണ്ണൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്ക തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറി. അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാവ് കൊമ്പിലും. അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണനെ എന്താ ചെയ്യാ?